എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോഷൻ കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കണ്ടു രാധ അവസാനം വിക്രത്തിനോട് ആ സത്യമൊക്കെ തുറന്നു പറയണം. വഴി വെച്ച് ഗുണ്ടാഭിലാഷം കൂട്ടരും നടത്തിയ ആക്രമണത്തെ പറ്റിയൊക്കെ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു പോറില് ഏറ്റാ പോലും വിക്രത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതാ കേട്ട പാതി കേൾക്കാത്ത പാതി വിക്രം ബൈക്കും എടുത്തോണ്ട് പെട്ടെന്ന് പോവാണ്. രാധയ്ക്ക് മനസ്സിലായി ഈ പോക്കത്ര നല്ലതിനുള്ള പോക്കല്ല, മിക്കവാറും പകരം ചോദിക്കാൻ പോകുന്നതാണ്. പിന്നീട് വിക്രം ഗുണ്ടാഭിലാഷൻ സംഘത്തെ അന്വേഷിച്ച് പോവാണ്. ഈ സമയത്ത് രാധയ്ക്ക് ഭയങ്കര ടെൻഷനായി. താൻ പറഞ്ഞ അബദ്ധമായോ, ഇനി എന്തെങ്കിലും വിക്രത്തിന് സംഭവിക്കോ, അമ്മമാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ ഓർത്തപ്പം വല്ലാത്ത ടെൻഷൻ. താൻ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലൊക്കെ രാധയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് വിക്രം ചെന്ന് ഗുണ്ടാഭിലാഷനെ കാണുവാണ്. ഒന്നും നോക്കിയില്ല, കണ്ടപടി തന്നെ അവന്റെ കാരണം തീർത്ത് കൊടുക്കണം. പിന്നെ അവനെ അവിടെ ഇട്ട് വലിച്ചു കീറുവാണ്. നീ എന്റെ അച്ഛനും അമ്മയുടെ നേർക്ക് കൈ ഒങ്ങും അല്ലേടാന്ന് ചോദിച്ചോണ്ടായിരുന്നു പിന്നെ അവന്റെ സംഭവകാരം താണ്ടോന്ന് പറഞ്ഞ. അതിനുശേഷം ആ കൈ വെട്ടാൻ വന്നവനെ കിട്ടി. പിന്നീട് ചോദിച്ചു, നീ ഈ കൈ വെച്ചല്ലേ എന്റെ അമ്മയുടെ അച്ഛനെ വാളോങ്ങിയത്, നിന്നെ ഞാൻ വെറുതെ വിടത്തിലിടാന്ന് പറഞ്ഞാൽ കയ്യും കൂടെ തല്ലി ഒടിക്കുവാണ്. കാരണം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു വിക്രത്തിനത്. തന്നെ എന്ത് വേണം ചെയ്തോട്ടെ, പക്ഷെ വീട്ടിൽ കയറി കളിച്ച വിക്രത്തിന് സഹിക്കാൻ വിക്രം അത് പറയുകയും ചെയ്തു. എന്നെ എന്ത് വേണം ചെയ്തു, നേർക്ക് നേരെ വന്ന ആണുങ്ങളോട് മുട്ടണോടാ, അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും വന്ന് വീട്ടിലുള്ളവരെ ആക്രമിക്കുകയല്ല ചെയ്യണ്ടേ എന്നൊക്കെ വിക്രം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മമാർക്ക് മനസ്സിലായി ഇവിടെ നിന്ന് കളി പന്തിയാവുന്നത്. പിന്നെ അവന്മാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. വിക്രം പുറകെ ചെന്നെങ്കിലും കിട്ടില്ല. പിന്നീട് ആകെപ്പാടെ വിക്രത്തിന് വിഷമമായിപ്പോയി. പിന്നീട് വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഇപ്പൊ രാജേട്ടനും കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു. വിക്രത്തിന് മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്തോ ഒരു കാര്യം മനസ്സിലായി. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാരണവശാൽ അവനിങ്ങനെ ഇരിക്കില്ലെന്ന് മനസ്സിലായി. പിന്നീട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം വിക്രം, നീ ഇപ്പൊ ഈ കളിച്ചോണ്ടിരിക്കുന്ന കളിയുണ്ടല്ലോ, ഇത് ശരിയായിട്ടുള്ള കളിയല്ല. ആ ഗുണ്ടാഭിലാഷം കൂട്ടരും എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. അവന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോഴത്തേനും അവന്മാര് ഇത് നിന്നെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, നിന്റെ വീട്ടിലുള്ളവരെയാ. നീ അത് കണ്ടും കരുതി നിന്നില്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അങ്ങനെ എന്തേലും ഇനി അവന് ഗുണ്ടാപ്പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തീർക്കും. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പോറലേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, എന്റെ കൂടപ്പിറപ്പുകൾക്ക് പോലും. കാരണം ഞാൻ അത്രയധികം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രാജേട്ടൻ പറഞ്ഞു, ഇതൊക്കെ നീ പറയും, പക്ഷെ എന്തായാലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങുന്നതാ നല്ലത്. ഒന്നുമല്ലെങ്കിൽ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടീനെ നിനക്ക് കിട്ടിയിരിക്കുന്നേ. നീ അവളെ വെച്ച് നന്നായിട്ടൊരു ജീവിതം ജീവിക്കാൻ നോക്ക്. എന്തിനാ വിക്രം ഇനിയും നീ ഇതുപോലെയൊക്കെ നടക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, വേണ്ട രാജേട്ടാ, എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ടാന്ന് പറയാം. അതെ, നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. കാരണം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുമ്പം ഏതാണ്ട് പുച്ഛഭാവം അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ല രാജേട്ടാന്ന് പറയും. പിന്നെ എന്ത് പറയണം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജേട്ടൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാ. പിന്നീട് വിക്രത്തിന് അവിടെയാണ് ഇരിക്കാനൊന്നും തോന്നില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. വിക്രം പിന്നീട് വീട്ടിലേക്ക് മടങ്ങി വരുവാണ്. പിന്നീട് രാത്രിയായി കഴിഞ്ഞ സമയത്താണ് വിക്രം വരുന്നത്. വിക്രം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി പോവുക ചെയ്തേ. വേദയ്ക്ക് അത് കണ്ടപ്പോ ചില സംശയങ്ങളൊക്കെ തോന്നി. ഒരു പക്ഷേങ്കിൽ വിക്രം ഇനിയപ്പോ ആ ഗുണ്ടാഭിലാഷമായിട്ട് തല്ലുണ്ടാക്കാൻ പോയെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. പിന്നെ എന്തെങ്കിലും ചോദിക്കാണ്ടൊരു പേടി, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടുപോത്തിനെ പോലെ ആയിരിക്കും ചിലപ്പോൾ മറുപടി പറയുന്നുണ്ടായിരിക്കാം. അതൊക്കെ ഓർത്തപ്പോൾ ടെൻഷൻ. തൽക്കാലത്തേക്ക് ഒന്നും ചോദിക്കണ്ടെന്ന് കരുതി. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ തന്നെ കമല ക്ഷേത്രത്തിൽ പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ എന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ, അമ്മ എന്താ രാവിലെ ക്ഷേത്രത്തിൽ പോയെന്ന് ചോദിക്കുക. അതെ മോളെ, ഞാൻ ക്ഷേത്രത്തിൽ പോയെന്ന് പറയാം. അതമ്മ വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഇന്ന് മാഷിന്റെ പിറന്നാളാന്ന് പറയണം. ആഹാ, അച്ഛന്റെ പിറന്നാളാണെന്ന് ചോദിക്കും. എന്നിട്ട് ആഘോഷം ഒന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ആഘോഷം ഒന്നും ഇല്ല മോളെ എന്ന് പറയണേ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, കുറെ നാളുകളായിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടും ശ്രീജ പറഞ്ഞു, നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പണ്ട് ഭയങ്കര ഗംഭീരമായിട്ടൂടെ ആഘോഷിച്ചുകൊണ്ടിരുന്നാന്ന് പറയണം. ഇത് കേട്ടപ്പം വേദയ്ക്കൊരു സംശയം, അതെന്താ പിന്നെ ഇപ്പൊ ആഘോഷിക്കാത്ത? മാഷിന് അതിനോടൊന്നും ഒരു താല്പര്യമില്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമല്ലോ എന്ന് പറയാം. വേണ്ട, മാഷിന് അതൊന്നും ഇഷ്ടപ്പെടില്ല മോളെ എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സുധാകരൻ മാഷ് വരുന്നേ. അങ്ങനെ മാഷ് കുറെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ തൊടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ. പിന്നീട് അത് കമലയുടെ കയ്യിൽ നേർക്ക് നീട്ടിട്ട് ഇന്നാ വാങ്ങാൻ പറയണം. പെട്ടെന്ന് കമല ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ല, കൈ പ്രസാദമൊക്കെ ആയിരുന്നു. ഈ സമയത്ത് വേദ എന്ത് ഇങ്ങോട്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് കൈ നീട്ടുവാണ്. ഈ സമയം സുധാകരൻ മാഷ് കയ്യിലേക്ക്
കയ്യിലേക്ക് കൊടുത്തില്ല. പകരം അതാ നിലത്തേക്ക് വെച്ചു. വേദയ്ക്ക് സങ്കടമൊക്കെ, പക്ഷെ വേദ എന്നാലും മൈൻഡ് ചെയ്തില്ല. കാരണം അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും തന്നോട് ദേഷ്യം കാണുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് വേദ അങ്ങോട്ട് ഭാവിച്ചില്ല. വേദ പെട്ടെന്ന് തലയിലിരുന്ന ആ പച്ചക്കറി സാധനങ്ങളൊക്കെ കയ്യിലേക്ക് എടുക്കുകയാണ്. പിന്നീട് ഒരു പിറന്നാളാശംസയൊക്കെ നേരുവാണ് സുധാകരൻ മാഷിന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധാകരൻ മാഷ് കമലേനെ ഒന്ന് നോക്കി. നീയാണോ പറഞ്ഞേ എന്നുള്ള രീതിയിലൊരു നോട്ടം വരുന്നത്. ഈ സമയത്ത് വേദ പറഞ്ഞു, അതെ ഇന്ന് നമ്മൾ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. ബർത്ത്ഡേക്ക് കേക്കും കട്ട് ചെയ്ത് പായസമൊക്കെ ഉണ്ടാക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു, കമലെ നീയാണോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചെന്ന് ചോദിക്കുക. ഇല്ല മാഷേ, ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പം വേദമോള് ചോദിച്ചോണ്ട്, അതുകൊണ്ട് നീ അങ്ങോട്ട് വിളമ്പിയില്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ബർത്ത്ഡേ ആരും ഇത് ആഘോഷിക്കാനൊന്നും പോണ്ട. എന്റെ പിറന്നാള് അതിലൊക്കെ എന്താ കഥ ഇരിക്കുന്നേ. പിന്നെ കുട്ടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കയ്യിൽ കുറെ പണം കാണുമായിരിക്കും. കാരണം നീ വലിയ മുതലാളിയുടെ മോളാണല്ലോ. അച്ഛൻ ജസ്റ്റിസ് ഒക്കെയാണ്. പക്ഷേങ്കിൽ ആ പണവും പ്രതാവൊന്നും ഇവിടെ എടുക്കാൻ വരണ്ട. എനിക്ക് ഈ പിറന്നാളിനോടൊന്നും ഒരു താല്പര്യമില്ല. അത് ആഘോഷിക്കാനും വരണ്ട. നിന്റെ പൈസ എടുത്തിട്ടുള്ള ഒരു പിറന്നാളാഘോഷം ഇവിടെ വേണ്ടെന്ന് പറയണം. ഇത് കേട്ടതും വേദയ്ക്ക് നല്ല വിഷമായി. വേദ പറഞ്ഞു, എന്താ മാഷെ ഇങ്ങനെയൊക്കെ പറയണേ. പിന്നല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ വേദ വിട്ടുകൊടുക്കാനായിട്ട് ഭാവിച്ചില്ല. വേദ കമലയോട് പറഞ്ഞു, അമ്മേ ഈ പിറന്നാൾ നമുക്ക് ആഘോഷിക്കണമെന്ന് അറിയാം. മോളിപ്പ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ മാഷിന് ഇഷ്ടമില്ലാതൊന്നും. ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊന്നും പിടിക്കില്ല എന്ന് പറയണം. ആ സമയം നന്ദിനിയും അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, പിന്നെ ബർത്ത്ഡേ അങ്ങോട്ട് ആഘോഷിക്കാൻ പോലും എല്ലാത്ത പണിയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതുവരെയായിട്ട് ഇവിടെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. മുമ്പൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ കാലമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പറയണം. ശ്രീജ പറഞ്ഞു, വേണ്ട വേദ, അച്ഛനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും വേദ പറഞ്ഞു, അന്ന് അങ്ങനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്നാൽ ഈ ബർത്ത്ഡേ നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് തന്നെ കാര്യമുള്ളെന്ന് വേദ ചില മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. എന്ത് ചെയ്താൽ മതിയോ ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് നേരെ വിക്രത്തിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം തലവഴിയും പുതപ്പിട്ട് മൂടി കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങാണ്. സമയം ഇത്രയായിട്ടും എഴുന്നേക്കാറായില്ല. ഇന്നൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. വേദ പോയി ഒരു കപ്പ് നിറച്ചും വെള്ളം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. വെള്ളം എടുത്തോണ്ട് വിക്രത്തിന് ആദ്യം 1-2 വട്ടം വിളിച്ചു കേട്ടോ. വിക്രം എന്നിട്ട് മൈൻഡ് ചെയ്യാതെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും വേറെ നോക്കിയപ്പോൾ വേറെ നിവൃത്തിയില്ല. അങ്ങനെ കപ്പിനകത്ത് വെള്ളം എടുത്തോണ്ട് തലവഴിയും കൂടെ ഒഴിക്കുകയാണ്. തലവഴി വെള്ളം വീണ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. ആരടി എന്താടി ചോദിച്ചിങ്ങോട്ട് എഴുന്നേക്കുവാണ്. അപ്പോഴാണ് വേദ നിൽക്കുന്നുണ്ട്. പിന്നീട് വിക്രം ഒരു പൂരപ്പാട്ടായിരുന്നു അവിടെ നടത്തിയത്. നിന്നെ കാണിച്ചാടെ എങ്ങനെ ഇങ്ങനെയാന്ന്. ലാസ്റ്റ് വേദ ചെവി പൊത്തി ഇതെല്ലാം കേട്ടങ്ങോട്ട് നിന്നു. പിന്നീട് വേദയുടെ വകയായിരുന്നു. വേദ അങ്ങോട്ട് ഓരോ സെക്ഷൻ അങ്ങോട്ട് പറഞ്ഞിട്ട്, വക്കീല് പഠിച്ചാണല്ലോ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ, അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾ എന്നെ അങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തുടങ്ങി. വിക്രം ഒരു നിമിഷം അന്തം വിട്ടുപോയി. വിക്രത്തിന്റെ ഉറക്കമൊക്കെ അങ്ങോട്ട് ആവിയായിപ്പോയി. ദൈവമേ, ഇവള് പറയുന്ന പോലെ ചെയ്യുന്ന പെണ്ണാ. ഇവളെങ്ങനെ തനിക്കെതിരെ കൊണ്ട് പരാതി കൊടുക്കുക. പിന്നീട് വേദ പറഞ്ഞു, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചോണ്ടിരിക്കണേ? പെണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലിച്ചൂട്ടി കിടക്കുന്ന വെറും അടിമയാണോ? അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവിടെ മായ്ച്ചു കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഉറഞ്ഞതുള്ളുവാണ്. വേദയുടെ മുന്നിലെ വിക്രത്തിന് പത്തി മടക്കേണ്ടതായിട്ട് വന്നു. അവസാനം വിക്രത്തിനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ട് കേസ് കൊടുക്കും. നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്യാൻ നോക്കി ഇങ്ങനെ ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അതെ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ നീ എന്തിനാ കിടന്ന് അലക്കണമെന്ന് ചോദിക്കുവാണ്. പിന്നെ ചെയ്തില്ല, ഇതൊക്കെ അതിനകത്ത് പെടുന്ന കാര്യങ്ങളാന്ന് പറയണ. ഞാനൊരു കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കിടക്കുമെന്ന് പറയണ. അവസാനം വിക്രം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നിർത്തുന്നുണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ട് വിക്രത്തോട് ചോദിച്ചു, നിങ്ങളൊരു മകനാണെന്ന് ചോദിക്കാം. എന്താ അങ്ങനെ? നിങ്ങളുടെ അച്ഛന്റെ പിറന്നാളെന്ന് അതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ക്ഷേത്രത്തിൽ പോവാ, അല്ലെങ്കിൽ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടല്ലേ നിൽക്കും. ഇത് കേട്ടതും വിക്രം ഒന്നും മിണ്ടിയില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കണത്. എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാന്ന് പറയണ. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ഇവിടെ ആ രീതിയൊന്നും പതിവില്ലെന്ന് പറയാ. ഇത് കേട്ടതും വേദ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ തവണ അച്ഛന്റെ പിറന്നാൾ ആഘോഷിച്ചേ മതിയാവുള്ളൂ. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അതൊന്നും പറ്റുന്ന കാര്യമില്ല, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കുക. അതെന്താ, നിങ്ങൾ മകനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം വിക്രത്തിനെ എങ്ങനെയാലും ഒന്ന് സമ്മതിപ്പിക്കണം. അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി തന്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് ആഘോഷിച്ചല്ലേ കുഴപ്പമുള്ളൂ. വിക്രത്തിനോട് തന്നെ പറയാം. പിന്നീട് വിക്രത്തിനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണമെന്ന് കരുതിയിട്ട് വേദ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുകയാണ് സുധാകരൻ മാഷിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.